ഹായ് ഗൈസ്, ഞാൻ ആർ ജെ സുദീപാണ്. ആൻഡ് ആർ ജെ അച്ചുവിന്റെ ഫോൺ എൻ്റെ കയ്യിലുള്ളത് പറഞ്ഞ് യെസ് അച്ചു ബ്രില്യൻസ് ആണ് ഫുൾ. അപ്പോൾ എമ്പുരാൻ കണ്ടിറങ്ങിയുള്ളൊരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താണ് അച്ചുവിന് പറയാനുള്ളത്? ഒരു ഗംഭീര സിനിമയാണ്. ആ ഒരു സിനിമയുടെ ആ ഒരു ഇപ്പം നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ ആയിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ പല മൊമെന്റ്സ് ഉണ്ട്, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. നമ്മൾ സ്പോയിലറുകളൊന്നും പറയുന്നില്ല, കാണുക, തിയേറ്ററിൽ തന്നെ കാണുക. തീർച്ചയായിട്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു മസ്റ്റ് സംഭവം തന്നെയാണ്. കാരണം പൃഥ്വിരാജ് എന്ന ഡയറക്ടറിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ടെക്നിക്കലി വളരെ നല്ല രീതിയിൽ എടുത്തൊരു സിനിമ തന്നെയാണ്. ആൻഡ് പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. ഇതൊരു സ്റ്റാൻഡ് ലോൺ മൂവി തന്നെയാണ്. നമുക്ക് ലൂസിഫറും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, എമ്പുരാൻ കാണാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം, ലാലേട്ടൻ്റെ മുൻപി മടക്കി അടി മാത്രം കാണാനുള്ള പ്രതീക്ഷയിൽ തിയേറ്ററുകളിലേക്ക് വരരുത്. ആ ഒരു ടൈപ്പ് മൂവിയല്ല എമ്പുരാൻ എന്ന് പറയുന്നത്. മാസ് ഉണ്ടാവും, ക്ലാസ് ഉണ്ടാവും, പിന്നെ നമ്മൾ മലയാളത്തിൽ കാണാത്ത രീതിയിലൊരു ട്രീറ്റ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്നത് തന്നെ വമ്പൻ ക്യാൻവാസ് ആണ് കേട്ടോ. വമ്പൻ ക്യാൻവാസിലാണ് ഒരുങ്ങിയിരിക്കുന്നത്. മേക്കിംഗ് ഒക്കെ ഒന്നും പറയാനില്ല, ഗംഭീര മേക്കിംഗ് ആണ്. പിന്നെ ബാക്കി തിയേറ്ററിൽ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്തു. യെസ്, ആൻഡ് വെയിറ്റിംഗ് ഫോർ L3.